പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഹല്ലേലൂയ ജൂൺ മാസം 30 ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, ഒരുമിച്ച് കർത്താവിന് സ്തോത്രം പറയുവാൻ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം അബ്ബ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ. ശ്രേഷ്ഠമായി, അതിശയകരമായി, അത്ഭുതമായി നടത്തിയ കർത്താവിന് ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം പറയാം. കഴിഞ്ഞ 30 ദിവസവും പോയ 30 ദിവസക്കാലം കർത്താവ് നമ്മളെ അതിശയമായി നടത്തി. ആവശ്യങ്ങളെല്ലാം കർത്താവ് കൂട്ടായിട്ടിരുന്നു. കർത്താവിനൊന്നും മഹത്വം കൊടുത്താട്ടെ, കർത്താവിനൊന്നും മഹിമ കൊടുത്താട്ടെ. ഹല്ലേലൂയ. അൺഎക്സ്പെക്റ്റഡായ അനുഗ്രഹങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ നടത്തിയില്ല. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ കൈപിടിച്ച് നടത്തിയില്ല. കർത്താവിനൊന്നും സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറഞ്ഞത് 98-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ് സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, പൊട്ടിഘോഷിച്ച് കീർത്തനം പാടുവീൻ. അടുത്ത് പറഞ്ഞ് കിന്നരത്തോടുകൂടെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ, കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിന് മുമ്പ് എല്ലാവരുടെയും കാര്യങ്ങൾ ഉയർത്തി 7 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ എല്ലാവരെയും സൂക്ഷിക്കണം. ആവശ്യങ്ങൾ കർത്താവിൻ്റെ കൃപയുണ്ടാകണം. തൻ്റെ കുഞ്ഞുങ്ങൾ ആരോഗ്യവും സൗഖ്യവും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും അനുഭവിപ്പാൻ ഇന്ന് പകൽക്കാലം കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. പ്രത്യേകിച്ച് മൈഗ്രീനാൽ ഭാരപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ കർത്താവായ യേശുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മേലാൽ മടങ്ങി വരാതെ വണ്ണം ആ രോഗത്തിൻ്റെ ആത്മാവ് അവരെ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. അതുപോലെ ഹാർട്ട് ഡിസീസുകളാൽ ഭാരപ്പെടുന്നവർ, ഹൃദയ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മറ്റ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ, ജോലിയില്ലാത്തവർ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. കർത്താവേ, അങ്ങ് മതിയായവൻ, അങ്ങ് വിശ്വസ്തൻ, അങ്ങ് മാറാത്തവൻ, അങ്ങയുടെ അത്ഭുത പ്രവൃത്തി നടക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവെ, ലോകത്തെമ്പാടും ഇന്ന് സഭായോഗം നടക്കുക. കർത്താവോട് പ്രവർത്തിക്കണമേ, അങ്ങയുടെ മഹിമയെ വെളിപ്പെടുത്തണമേ, അങ്ങയുടെ ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകഴ്ച അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗത്തിലെ അപ്പ നമുക്ക് അവസരം തന്നിരിക്കുക. ഈ നല്ല സമയത്ത് സന്തോഷത്തോടെ വേണം കർത്താവിനെ സ്തോത്രം ചെയ്യാൻ. പ്രത്യേകിച്ച് ഓർപ്പിക്കാനുള്ളത്, നാളെ വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം നമ്മുടെ ഏകദേശം ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. അതിൽ നിശ്ചയമായിട്ടും നിങ്ങൾ പങ്കെടുക്കണം എന്നുള്ളതാണ് ഓർപ്പിക്കാനുള്ളത്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് ഓർപ്പിക്കുന്നത്, നമ്മൾക്ക് ദൈവം നമ്മൾ നല്ല ആരോഗ്യത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ആമേൻ. അല്ലെങ്കിൽ ദൈവിക അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് നല്ല ആരോഗ്യമെന്ന് പറയുന്നത്. എന്നോട് ചേർന്ന് പറയാമോ? ദൈവിക അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് നല്ല ആരോഗ്യം. എല്ലാവരും പറഞ്ഞാട്ട്, ദൈവിക അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് നല്ല ആരോഗ്യമെന്ന് പറയുന്നത്. 3 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ, പ്രിയനെ, എൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ക്ഷേമമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യത്തിലും. അതിനകത്ത് ശാരീരിക സൗഖ്യവും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ശാരീരികമായി പൂർണ്ണ സൗഖ്യത്തോടെ ആയിരിക്കണമെന്നാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ ഭൂമിയിലിരിക്കണം. കർത്താവിൻ്റെ വേലയിൽ നമ്മൾ ആരോഗ്യത്തോടെ മുന്നേറണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്.
അതിന് നമ്മളെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ അതിന് നമുക്ക് ഈ വചനങ്ങളൊക്കെ നൽകുമ്പോൾ നമ്മളത് ആഗ്രഹിക്കണം. കർത്താവ്, എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ, നല്ല ആരോഗ്യത്തോടെ കർത്താവിനെ സേവിപ്പാൻ ഈ ഭൂമിയിൽ എനിക്ക് കൃപ തരണം, അതിനുള്ള ആരോഗ്യം എനിക്ക് തരണം, രോഗങ്ങൾ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകണം എന്നൊക്കെ നമുക്കും ഒരാഗ്രഹം ഇന്ന് പകൽക്കാലം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതല്ല, കർത്താവ് നമുക്ക് തരുന്നത് ഡിവൈൻ ഹെൽത്താണ്, സ്വർഗീയ ആരോഗ്യത്തെയാണ് കർത്താവ് നമുക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് യെശയ്യാവിൻ്റെ പുസ്തകം 53 നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന വാക്യമാണല്ലോ, 5-ാം വാക്യം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിടലുകളാൽ നമുക്ക് എന്ത് വന്നു? സൗഖ്യം വന്നുമിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അടിപ്പിടലുകളാൽ നമുക്ക് പൂർണ്ണ സൗഖ്യമാണ് വന്നത്. അവൻ ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ അവൻ്റെ പാപം മോചിക്കപ്പെട്ടു എന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ തന്നെ ആ വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ തന്നെ അടിപ്പിണരുകൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങി. അതുകൊണ്ട് രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ്. രോഗസൗഖ്യം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്കുള്ള അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്, ദൈവിക അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു തിരിച്ചറിവ് വരണം, രോഗസൗഖ്യം എൻ്റെ അവകാശമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പകൽക്കാലം ഞാൻ യേശുവിൻ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ദൈവിക ആരോഗ്യമുള്ളവരായി തീരട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും അവരിൽ നിന്ന് മാറി പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ മാറ്റം വരുത്തുന്നവനല്ല. വാഗ്ദത്തങ്ങളിൽ കർത്താവ് വിശ്വസ്തനാണ്. വാഗ്ദത്തം ചെയ്തിട്ട് ഒരിക്കലും മാറിപ്പോകത്തില്ല. അതുകൊണ്ട് ആരോഗ്യമെന്നുള്ളത് ദൈവിക ദാനവും വാഗ്ദത്തവുമായതുകൊണ്ട് ഇന്ന് ഹല്ലേലൂയ എല്ലാവരും ആ ആരോഗ്യത്തിൽ ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് എന്ത് വേണം? പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ക്രമീകരണങ്ങളുടെ കുറവുകളാണ് രോഗത്തിന് കാരണം. ചിലരാണ് കണ്ടമാനം ആഹാരം കഴിക്കും, കണ്ടമാനം കഴിക്കാൻ പാടില്ലാത്തതായ ആഹാരങ്ങൾ കണ്ടമാനം കഴിക്കുക. ഹല്ലേലൂയ. അതൊരിക്കലും പാടില്ല. ഹല്ലേലൂയ. ആമേൻ. ചിലർ ആമേൻ വേദോസം നമ്മളെ അതിനെതിരെ നമ്മളെ വാൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ആഹാരം അധികം കഴിക്കുന്നതിനെതിരെ വേദോസം നമ്മളെ വാൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഓവർ ഈറ്റിംഗ്, ഓവർ ആയിട്ട് ഷുഗർ കഴിക്കുന്നത്, ഓവറായിട്ട് സ്വീറ്റ്സ് കഴിക്കുന്നത്, ഓവറായിട്ട് നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് അല്ലെങ്കിൽ മാംസാഹാരങ്ങൾ കഴിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് അഴുക്കാണെന്നും അത് നമ്മുടെ ശരീരത്തിലേക്ക് രോഗങ്ങളെ ആകർഷിച്ചു കൊണ്ടുവരുമെന്നും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നല്ല ആരോഗ്യത്തിലിരിക്കുക എന്നുള്ളത് ദൈവിക വാഗ്ദത്തമായതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞവരാണെങ്കിൽ ആത്മാവിൻ്റെ നിയോഗത്തിൽ വേണം ആഹാരം കഴിക്കാൻ. ദൈവാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യട്ടെ. എന്ത് ആഹാരം കഴിക്കണം, എന്ത് ആഹാരം കഴിക്കണ്ട എന്നുള്ളതും ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മളെ ഗൈഡ് ചെയ്യുവാൻ നമ്മൾ വിട്ടുകൊടുക്കണം. അല്ലാതെ അനാവശ്യമായ ആഹാരം കഴിച്ച് നമ്മുടെ ശരീരം നശിപ്പിക്കുവാൻ പാടില്ല. പിന്നീട് നല്ല കറക്റ്റ് സമയത്ത് റെസ്റ്റ് എടുക്കാനും ഉറങ്ങാനുമുള്ള ഒരു ക്രമീകരണം ഒരു ദൈവ പൈതലിന് ഉണ്ടാകണം. കാരണം കർത്താവ് അതിനുവേണ്ടിയാണല്ലോ ഡേയും നൈറ്റും ഒക്കെ തീരുമാനിച്ചത്. അപ്പം നമ്മൾ ആ ഉറങ്ങുന്ന കാര്യം, റെസ്റ്റ് എടുക്കുന്ന കാര്യം, 2, 3 ആഹാര ക്രമീകരണങ്ങളുടെ കാര്യം, അനാവശ്യമായ ടെൻഷനുകൾ എടുക്കാതെ അവൻ ദൈവത്തിൽ ആശ്രയിച്ച് റിലാക്സ് ചെയ്യാൻ പഠിക്കുമ്പോൾ ആരോഗ്യം നമ്മുടെ ശരീരത്തിൽ, അവൻ ദൈവിക ദാനമായ ആരോഗ്യം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും തന്നെ ഹല്ലേലൂയ അനാവശ്യമായ ആഹാരങ്ങളെ ഉപേക്ഷിക്കുക, തക്ക സമയത്ത് റെസ്റ്റ് എടുക്കുക, അനാവശ്യമായ ടെൻഷനുകളെ നമ്മുടെ ലൈഫിൽ നിന്നും മാറ്റി കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ക്രമീകരണമുള്ളൊരു ജീവിതം നയിപ്പാൻ കർത്താവിൽ ശരണപ്പെടുക. പരിശുദ്ധാത്മാവ് അതിന് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പിതാവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഒരിക്കലൂടെ പ്രാർത്ഥിക്കുക, ദൈവിക ആരോഗ്യമുള്ളവരായി തീരട്ടെ, ദൈവിക കൃപയിൽ ജീവിക്കുന്നവരായി തീരട്ടെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും, നമ്മൾ അതിശയമായി മാറും. വി ആർ ബ്ലസ്ഡ്, we are really blessed, we are permanently blessed and highly favored. God bless you, God bless you, God bless you.